അമ്മേ, അമ്മേ, അമ്മേ. എന്താടാ? ഞാൻ ഇവിടെ ഇട്ട ആ പിങ്ക് ഷർട്ട് കണ്ടായിരുന്നു. അത് ഇന്നലെ കൂടെ ഉണ്ടായിരുന്നല്ലോ. അത് പുറത്ത് അലക്കിയിട്ടിരിക്കുക. ഓ ബെസ്റ്റ്. അതിപ്പോ എടുത്തോണ്ട് അലക്കാനായിട്ട് ആരാ പറഞ്ഞേ? അതിന് വലിയ മുഷിപ്പൊന്നും ഉണ്ടായിരുന്നില്ല. നീ ഒന്ന് തിരക്കടിക്കാതെ, നാളെ അത് ശരിയാക്കി തരാം. ഓ, ശരിയായി കിട്ടിയാ മതി. നാളെ എനിക്കത് ഹോസ്റ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടിയായിരുന്നു. നാളെ എപ്പോഴാ അഡ്മിഷൻ എടുക്കണ്ടേ? അത് ഉച്ചയ്ക്ക് അവിടെ ചെല്ലണോന്നാ ഹോസ്റ്റലിൽ നിന്ന് അറിയിച്ചിരിക്കുന്നേ. രാവിലെ തന്നെ ഇവിടുന്ന് ഇറങ്ങേണ്ടത് വരും. രാവിലെ ഇപ്പൊ എന്താ ഉണ്ടാക്ക? എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ എന്റെ അമ്മേ. ഇപ്പം കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? എനിക്ക് വിശക്കുന്നുണ്ട്. കുറെ നേരം ആയല്ലോ. ആയിട്ടുണ്ട്, നീ വാ കഴിക്കാം. വേണ്ട വേണ്ട വേണ്ട, ഇന്ന് ഞാൻ അമ്മയ്ക്ക് വിളമ്പിത്തരാം. ഇതെന്നാ പറ്റി? എന്നെ പറ്റി മേരിക്കുട്ടി? പതിവില്ലാത്തൊരു ഏർപ്പാട്, ഒരു ഉഷാറില്ലല്ലോ. നീ നാളെ പോവാണെന്ന് ഓർത്തപ്പോ. എൻ്റെ അമ്മ ഇങ്ങനെ വിഷമിക്കല്ലേ. ഞാൻ അവിടെ പഠിക്കാൻ പോകുന്നതല്ലേ. എനിക്ക് നമ്മുടെ കഷ്ടപ്പാടുകളൊക്കെ അറിയാം. ഞാൻ നന്നായി പഠിച്ചോളാം. അമ്മ അതോർത്തൊന്നും വിഷമിക്കേണ്ട. അമ്മ ഇങ്ങനെ വിഷമിച്ചിരിക്കാതെ ചോറെടുത്ത് കഴിച്ചേ. ഞാൻ കഴിച്ചോളാം. ചേട്ടാ, എൻ്റെ പേര് ടോണി. ഞാൻ ഈ ഹോസ്റ്റലിലോട്ടുള്ള പുതിയ അഡ്മിഷനായിരുന്നു. അപ്പോൾ എൻ്റെ നമ്പർ ഇവിടെ ചോദിച്ചാൽ കിട്ടുമെന്ന് പുറത്ത് പറഞ്ഞായിരുന്നു. ടോണി ചെക്കപ്പാണോ? അതെ, ടോണി ചെക്ക്. 104 നമ്പർ മുറി. എങ്ങനെയാ ചേട്ടാ അങ്ങോട്ട് പോകണ്ടേ? ഇതുവഴി നേരെ കയറി സ്റ്റെപ്പ് കയറി പോയാൽ മതി. ഓക്കെ ചേട്ടാ. അമ്മേ, ഞാനിവിടെ എത്തി. യാത്രയൊക്കെ സുഖമായിരുന്നു. പിന്നെ മുറി കുഴപ്പമില്ല. സൗകര്യങ്ങളൊക്കെ കുറവാ. 4 പേരുടെ മുറിയാന്നാ പറഞ്ഞേ. എൻ്റെ കൂടെ 3 പേരുണ്ട്. പക്ഷേ ഉള്ള സൗകര്യങ്ങളൊക്കെ വെച്ച് കുഴപ്പമൊന്നുമില്ല. ഞാൻ തീർച്ചയായും പഠിച്ചോളാം അമ്മേ. പിന്നെ എനിക്കറിയാമേ വീട്ടിലെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ. ഞാൻ നന്നായിട്ട് തന്നെ പഠിച്ചോളാം. അമ്മ അതോർത്തൊന്നും വിഷമിക്കേണ്ട. അമ്മേ, എൻ്റെ കൂടെയുള്ളവരാന്ന് തോന്നുന്നു. എൻ്റെ മുറിയിൽ ആരോ കൊട്ടുന്നുണ്ട്. എന്നാ ഓക്കെ അമ്മേ. ഓക്കെ.
ഇത് നമ്മുടെ മുറി തന്നെയാണോ? ഈ മുറി അങ്ങ് മാറിപ്പോയല്ലോ. നീ ആരാടാ? ചേട്ടാ, ഞാൻ ഈ മുറിയിൽ പുതിയതായിട്ട് താമസിക്കാൻ വന്ന പോസ്റ്റർ വാർഡൻ പറഞ്ഞായിരുന്നു ഈ മുറിയിലാണ് താമസിക്കേണ്ടത്. നീ എന്തിനാ ഞങ്ങൾ സാധനമൊക്കെ അടുക്കി വെക്കുന്നത്? ചേട്ടാ, ഞാൻ കയറി വന്നപ്പം മുറി മുഴുവൻ അലങ്കോലമായിട്ട് കിടക്കുമായിരുന്നു. അതുകൊണ്ട് വൃത്തിയാൻ വേണ്ടി അടുക്കി വെച്ചാ. ഇന്നലെ വരെ ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു. നീ അത് തന്നെ മതി. നിനക്ക് പറ്റത്തിൽ ഇട്ടിട്ടു. ഈ ബൈബിൾ ആരുടെ കൊണ്ട്? ചേട്ടാ, ബൈബിൾ എന്റെയാ. ഇത് നമ്മുടെ 4 പേരുടെയും കൂടെ മുറിയാണല്ലോ. എന്റെ സാധനങ്ങൾ ഞാൻ ഇവിടെ ഒതുക്കി വെച്ചോളാം. നിങ്ങളുടെ കാര്യത്തിലൊന്നും ഞാൻ ഇടപെടുന്നില്ല. അധികപ്രദം പറയുന്നു. ഇന്നൊന്ന് കേറിയുള്ളൂ. എന്റെ അഹങ്കാരം. ഇങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ പാടുപെടുമല്ലോ നീ. നമുക്കെന്നെ അങ്ങനെ ആവട്ടെ അല്ലേ? നമുക്കെന്നാ പോയേക്കാം. എടാ, നീ എന്തിനെങ്ങനെയാണ് കളിക്കുന്നത്? നീ സമാധാനിക്കേ. നമുക്ക് അവനെ നമ്മുടെ പരിധി പയ്യെ കൊണ്ടുവരാം. എങ്ങനെയാണ് നീ പറയുന്നത്? അവരുടെ വഴിക്ക് ഞാൻ പറഞ്ഞുതരാതെ. പറഞ്ഞെന്നാ മതി. ഇത് അവനല്ലേ? അത് ശരിയാണല്ലോ. വാ പോയി നോക്കാം. ആ ചേട്ടാ, എന്താ ഇവിടെ? ഒന്നുമില്ല ചേട്ടാ, മുറിയിരുന്ന് ബോറടിച്ചപ്പോ ഇങ്ങോട്ട് ഇറങ്ങിയെന്നുള്ളൂ, കാറ്റൊക്കെ കൊള്ളാൻ. എന്നാ വാ, നമുക്ക് പുറത്ത് ഫുഡ് കഴിച്ചിട്ട് വരാം. ചേട്ടാ, അത് എടാ, നീ ഇന്നലത്തെ കേസൊക്കെ വിട്. ഇവ എല്ലാവരും പണ്ടിയുടെ ദേഷ്യക്കാരനാ. നീ അതൊന്നും മനസ്സിലാക്കണ്ട. ചേട്ടാ, അതല്ല, എൻ്റെ ഈ പൈസയൊന്നുമില്ല. നീ അതൊക്കെ വിട്, പൈസയൊക്കെ സെറ്റാക്കാം. നീ വാ, നീ വന്നാൽ മതി. ചേട്ടാ, എന്നാലും വേണ്ട. നിങ്ങൾ ഇത്രയും പേരില്ലേ, നിങ്ങൾ പൊക്കോ. ഞാൻ വരണമൊന്നും ഇല്ലല്ലോ. അതൊന്നും സാരില്ലെന്നേ. നീ വന്നേ, എല്ലാം സെറ്റാക്കാം. വാ. എന്തുവാടേ, ഇത് മാത്രമേ ഉള്ളോ? സാധനമൊന്നും ഇല്ലേ? അതൊക്കെ ഉണ്ടടാ, പിടയ്ക്കാതെ. 1 അല്ല 3 ഉണ്ട്. നീ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. വേണ്ട വേണ്ട, ഇതൊന്നും കുടിക്കല്ല നമ്മ പറഞ്ഞിരിക്കുന്നത്. വേണ്ട. ഓ, ഒരാടെ വെച്ചെന്ന് ഞാനും ഒന്നും പറയാൻ പോകുന്നില്ല. നീ കുടിക്കടാ. എടാ, നീ ഒരെണ്ണം കൊടുക്ക്. കുടിക്കടാ, സൂപ്പറാടാ, സൂപ്പർ സാധനടാ. നീ അടിക്കണോട്ട്, അടിച്ചു കഴിഞ്ഞാ വേറെ ലെവലാ. സൂപ്പറല്ലേ? ഗംഭീര. അതാ കളി, നമ്മുടെ കളി. എടാ, എന്നാ പരിപാടി? തവനിച്ചേച്ചി കണ്ടോണ്ടിരിക്കുവാണോ? ഓ, ഇങ്ങനത്തെ എല്ലാം കാണൂ? ബൈബിള് മാത്രമല്ല. ഇടയ്ക്കൊക്കെ. എന്നിട്ട് ഇന്നെങ്ങനെ ഉണ്ടായിരുന്നു? ബിയറല്ലേ, ശീലമില്ലാത്തതുകൊണ്ട്. പക്ഷെ പരിപാടിയൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇങ്ങനെയൊക്കെയല്ലേ ശീലിക്കുന്നേ? നാളെ തന്നെ വേറെ സ്ഥലത്ത് കൊണ്ടുപോവാം. എങ്ങോട്ടാ? അതൊക്കെ ഉണ്ട്. ആ, ഓക്കെ.
ഹലോ, ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ഛാ. ഇപ്പോഴെപ്പോഴും സുഖിയായിരിക്കട്ടെ മേരി ചേച്ചി. എന്നാ ഉണ്ട് വിശേഷം? നമ്മുടെ ടോണി വിളിക്കാറില്ലേ? അത് പറയാനാ അച്ഛൻ ഞാൻ വിളിച്ചത്. ചെന്ന സമയത്ത് അവൻ എപ്പോഴും വിളിക്കുമായിരുന്നു, എല്ലാ വിശേഷങ്ങളും പറയുമായിരുന്നു. കഴിഞ്ഞൊരു മാസമായിട്ട് വിളിക്കുമ്പോഴൊക്കെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഫീസ് ചോദിച്ചുകൊണ്ടിരിക്കുക. കഴിഞ്ഞ ദിവസം വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, മോനെ അമ്മ ഇതെങ്ങനെ ഉണ്ടാക്കാം, എവിടുന്ന അത്രയും ഫീസ് തരാം. അതിനുശേഷം അവന്റെ ഒരു വിളിയില്ല, വിളിച്ചാലൊട്ട് എടുക്കണമില്ല. ഓ അങ്ങനെയാണല്ലേ. എന്തായാലും ഞാനൊന്ന് അന്വേഷിക്കട്ടെ മേരി ചേച്ചി. നീ അറിഞ്ഞോ മേലെ മനത്ത് 1000 ഷാപ്പുകൾ തുറക്കുന്നുണ്ട്. റമ്മ്, പെരിയാറ്, ആലുവ പാലം, നല്ല കോമ്പിനേഷൻ. പള്ളിയിലും പോയി കുർബാനയും കൂടി നടന്ന നിനക്ക് ഈ സുഖം കിട്ടുമായിരുന്നോടാ മോനെ. നീ പറഞ്ഞത് കറക്റ്റാ. ഡാ ഓർമ്മൂടെ എടുത്തടാ. എന്നാ പിടി. നിന്നെ ഒന്നും കണ്ടില്ലായിരുന്നെങ്കിൽ ഇതൊക്കെ എനിക്ക് എവിടുന്ന് കിട്ടിയേനെ. ഈ തള്ളയ്ക്ക് വരെ പണിയൊന്നുമില്ലേ? അതെവിടെ ഞാൻ വെക്ക്. ടോണി, ആഹാ, അച്ഛനോ? അച്ഛന് ഞങ്ങളുടെ കൂടത്തിൽ കൂടാൻ വന്നതാണോ? അച്ഛൻ പള്ളിയിലായിരുന്നു നോക്കിയാൽ മതി, ഞങ്ങളുടെ ആരും നോക്കാൻ വന്ന സമയം കളയണ്ട, വിട്ടോ. ടോണി മോനെ, എനിക്ക് നിന്നോടാ പറയാനുള്ളത്. നീ ഇവിടെ ഇരുന്ന് ഓരോന്ന് കാണിച്ചു കൂട്ടുമ്പോൾ അവിടെ ചോര നീരാക്കി പണിയെടുക്കുന്ന നിന്റെ അമ്മയെ നീ ഓർക്കാറുണ്ടോ? നിന്നെ വിളിച്ച് ഫോൺ എടുക്കാതായപ്പോൾ അമ്മ എന്നെ വിളിച്ചിരുന്നു. ആദ്യം കുറേ വിഷമങ്ങൾ പറഞ്ഞു, പിന്നെ കുറേ കരഞ്ഞു. ആ അമ്മയുടെ അവസാനത്തെ പ്രതീക്ഷ നീയാണെന്ന് നീ മറക്കണ്ട. ഞാൻ പറഞ്ഞേ ഉള്ളൂ, ഇനി നീ ആലോചിക്കുക. നീ നിങ്ങൾ പിടിപ്പിച്ചേ, എല്ലാം ശരിയാവും. എന്താണത്? നിനക്ക് ഭ്രാന്തായോ? എടാ, എനിക്ക് അടിക്കാനോ പോയിക്കാനോ എന്തേലും എന്താ? എന്റെ ഒന്നുമില്ല. എന്തേലും ഉണ്ടാത്താടാ, അതില്ലാതെ എനിക്ക് പറ്റത്തില്ല. മോനെ, നിന്റെ വിചാരം എന്താ? ഇതൊക്കെ വെറുതെ ആയിട്ട് സാധനമാണെന്നാണോ? മാർക്കറ്റിൽ ഇതിന്റെ വില എന്താണെന്ന് അറിയോ? അതുകൊണ്ട് ഇനി ഷെയറിൽ കാര്യം നടക്കത്തില്ല, ഫുൾ പേയ്മെന്റ് വേണം. കാശ് ഞാൻ എങ്ങനെയെങ്കിലും ഒപ്പിച്ചു തരാം. നീ എനിക്ക് സാധനം എന്താ? നീ എങ്ങനെ ഒപ്പിക്കാനാ മോനെ? 100,000 ഒന്നുമല്ല ഇതിന്റെ വില. ഒരു നേരത്തെ ആഹാരത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന നീ നിന്റെ അമ്മയും ഈ പൈസ എങ്ങനെ ഒപ്പിക്കാനാ? ഇത്തവണത്തോട് താടാ, താടാ, ഇത്തവണത്തോടെ താടാ. എടാ, ഒരിക്കൽ കൂടി താടാ, ഒരിക്കൽ കൂടി താടാ. ഡോക്ടർ, മേ ഐ കം ഇൻ? ഹായ് ഫാദർ, പ്ലീസ് കം ഇൻസൈഡ്. ഇരിക്കച്ചാ. താങ്ക് യു. പിന്നെ എന്നാ ഉണ്ട്, സുഖല്ലേ? സുഖമായിരിക്കുന്നു. ഡോക്ടർ, ഞാൻ നമ്മുടെ ടോണിയുടെ കാര്യം അറിയാൻ വന്നതാ. ഫാദർ, ഹീസ് ഗെറ്റിംഗ് വെൽ.
തുടക്ക സമയത്ത് ഉണ്ടായിരുന്നതിനേക്കാളൊക്കെ വളരെ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. ആദ്യം അവൻ വന്ന സമയത്ത് അവൻ വളരെ ഡിപ്രസ്ഡ് ആയിരുന്നു. പുറത്തിറങ്ങത്തില്ല, മറ്റുള്ളവരുടെ സംസാരങ്ങളില്ല, അവനാകെ തന്നെ തകർന്നു പോയ മട്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. ഫാദർ, ഇപ്പോൾ ടോണി പൂന്തോട്ടങ്ങളിൽ ഇറങ്ങി നടക്കുന്നുണ്ട്, മറ്റുള്ളവരോട് സംസാരിക്കുന്നുണ്ട്, കുറേ നേരം ചാപ്പലിലിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. നല്ല ഇമ്പ്രൂവ്മെൻ്റ് അവൻ്റെ ഭാഗത്തു നിന്നുണ്ട്. നമ്മൾ കൊടുക്കുന്ന മെഡിസിനോടും മറ്റ് തെറാപ്പികളോടും നല്ല റെസ്പോണ്ടാണ്. എനിക്ക് തോന്നുന്നു ആഴ്ചകൾക്ക് അല്ലെങ്കിൽ കുറച്ച് മാസങ്ങൾക്ക് ശേഷം നമുക്ക് നമ്മുടെ ടോണിയെ തിരിച്ചു കിട്ടും. അച്ഛാ, എൻ്റെ മനസ്സിലിപ്പം എന്തെന്നില്ലാത്തൊരു സന്തോഷം തോന്നുന്നുണ്ട്. ഇതുവരെയും ഇങ്ങനെയൊരു സന്തോഷം ഞാൻ അനുഭവിച്ചിട്ടില്ല. എൻ്റെ കൂട്ടുകാരും ഇതുപോലൊരു സന്തോഷത്തിലേക്ക് വരണമെന്നാണ് എൻ്റെ ആഗ്രഹം. ടോണി, നീ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. ക്രിസ്തു മരിച്ചത് എല്ലാവർക്കും വേണ്ടിയാണ്. നിന്റെ വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന അവരെ എല്ലാവരെയും ഇവിടേക്ക് തിരിച്ചു കൊണ്ടുവരും.